അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ശേഷം അള്ളാഹു ജല്ല ജലാലഹു അവിടുന്ന് അതിരമണീയമായ സ്വർഗത്തിലേക്ക് ആനയിക്കുകയുണ്ടായി. സ്വർഗം അതെത്ര ചേതോഹരം! ആശിക്കുന്നതെന്തും അപ്പപ്പോൾ കൺമുന്നിൽ. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ, കസ്തൂരിയാലുള്ള നിലം, മുത്തും മാണിക്യവും കൊണ്ടുള്ള ചരൽ, കുങ്കുമം കൊണ്ടുള്ള തേപ്പ്, നിത്യ ആനന്ദം, സ്വർണനിർമ്മിതമായ മേത്തരം സിംഹാസനങ്ങൾ, പരിവർത്തനമില്ലാത്ത യൗവനം, വിടർന്നു പരിമളം പരത്തുന്ന മനോഹരമായ പൂക്കൾ, തണൽ പരത്തുന്ന മരങ്ങൾ, തേനിൻ്റെയും പാലിൻ്റെയും അരുവികൾ, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ, ശ്രവണത്തിന് ഇമ്പമേകുന്ന ഇണക്കിളികളുടെ നാദങ്ങൾ, രുചികരമായ ഭക്ഷണ പാനീയങ്ങൾ, ശുദ്ധജലം, മനുഷ്യഭാവനകൾ പോലും ചെന്നെത്താത്ത മഹാവിസ്മയ ലോകം. ആദം അലൈഹിസ്സലാമിന് അവിടം ഏറെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആനന്ദാനുഭൂതിയിൽ ആറാടിക്കൊണ്ടിരിക്കെ അവിടുന്നെന്തോ ഒരു അസ്വസ്ഥത, ഒരു പാരവശ്യം. എന്നാൽ അതെന്താണെന്ന് അവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ സർവജ്ഞനായ അള്ളാഹു അസ്സവജലിനെ അറിയാമല്ലോ അതെന്താണെന്ന്. അതെ, അത് ഒരു ഇണയുടെ അപര്യാപ്തതയായിരുന്നു. ആദം അലൈഹിസ്സലാമിൻ്റെ ആ മോഹം സഫലീകരിച്ചു കൊടുക്കാൻ തന്നെ ഔദാര്യവാൻ നിശ്ചയിച്ചു. അങ്ങനെ ആദം അലൈഹിസ്സലാം നിദ്രയിലാണ്ട ഒരു സമയത്ത് അവിടുന്നിൻ്റെ ഇടതുവാരിയെല്ലെടുത്ത് ഹവ്വാ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഉറക്കമുണർന്ന ആദം അലൈഹിസ്സലാം കാണുന്നത് വേഷങ്ങളാലും ആഭരണങ്ങളാലും അണിയിച്ചൊരുക്കപ്പെട്ട ഒരു യുവതരുണിയെയാണ്. എന്തോ ഒരു ഇക്കിളി, ഒരു രോമാഞ്ചം, ആ സൗന്ദര്യധാമത്തോടടുക്കാൻ ഒരു വെമ്പൽ, പക്ഷേ ഒരമ്പരപ്പും. ഇതെന്താണെന്നറിയാനുള്ള ജിജ്ഞാസ. ചുറ്റും സന്നിഹിതരായിരുന്ന മലക്കുകൾ ആദം അലൈഹിസ്സലാമിൻ്റെ ജ്ഞാനത്തെ പരീക്ഷിക്കാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇതെന്താണ്? ഇത് ഒരു സ്ത്രീയാണ്. ആദം അലൈഹിസ്സലാം മറുപടി നൽകി. എന്താണ് ഈ മഹദിയുടെ പേര്? ഹവ്വ. എന്തുകൊണ്ടാണ് അവർക്ക് ആ പേര് നൽകപ്പെട്ടത്? ജീവനുള്ളതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട്. ആദം അലൈഹിസ്സലാമിൻ്റെ ഇടതുഭാഗത്തെ വാരിയെല്ല് ഊരിയാണല്ലോ ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത്. ജീവൻ എന്നതിൻ്റെ അറബി ഹയ്യ് എന്നാണ്. ആ പദത്തിൽ നിന്നാണ് ഹവ്വ എന്ന നാമം വരുന്നത്. ഇരിക്കട്ടെ, മലക്കുകളും ആദം അലൈഹിസ്സലാമും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ്. എന്തിനു വേണ്ടിയാണ് മഹദി സൃഷ്ടിക്കപ്പെട്ടത്? ഞങ്ങൾക്ക് പരസ്പരം ജീവിക്കാൻ വേണ്ടി. ആദം അലൈഹിസ്സലാം മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ ഉത്തരങ്ങൾ നൽകി. ഇത് രണ്ടാം തവണയാണ് മനുഷ്യരുടെ ജ്ഞാനം മലക്കുകൾ കൗതുകത്തോടെ അനുഭവിക്കുന്നത്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ശേഷം നിരവധി വസ്തുക്കൾ കാണിച്ച് മലക്കുകളോട് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് അത് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അള്ളാഹു ആദം അലൈഹിസ്സലാമിനോട് അവയെപ്പറ്റി ചോദിച്ചു. അവിടുന്ന് കൃത്യമായി അതിന് മറുപടി നൽകുകയുണ്ടായി. അള്ളാഹു ജല്ല ജലാലഹു ആദ്യമേ മനുഷ്യർ എന്ന വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നതിനെപ്പറ്റി മലക്കുകളോട് സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ തങ്ങൾ തന്നെ പോരെ നിന്നെ ആരാധിക്കാനും നിനക്ക് വഴിപ്പെടാനും എന്ന് മലക്കുകൾ ശങ്ക പ്രകടിപ്പിച്ചിരുന്നല്ലോ. അള്ളാഹു ജല്ല ജലാലഹു മനുഷ്യൻ്റെ വൈശിഷ്ട്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് മലക്കുകളെ അതിശയിപ്പിക്കുകയായിരുന്നു. ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടതു തന്നെ ജിജ്ഞാസയോടുകൂടിയാണ്. തനിക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളെക്കുറിച്ചറിയാനുള്ള ഒരു വെമ്പൽ. അങ്ങനെയാണ് പദാർത്ഥ വിജ്ഞാനവും ആത്മസംസ്കരണത്തിനുള്ള അറിവും അവിടുന്ന് കരസ്ഥമാക്കുന്നത്. അതേസമയം മലക്കുകളെ സംബന്ധിച്ച് അവർക്ക് താൽപ്പര്യങ്ങളില്ല. പുതിയതെന്തെങ്കിലും കണ്ടാൽ അതിനെക്കുറിച്ചറിയാനുള്ള ജിജ്ഞാസയും അവർക്കില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന യാന്ത്രികമായി അനുസരിക്കുന്നുവെന്നല്ലാതെ മറ്റൊന്ന് അവർക്ക് തോന്നില്ല. എന്നാൽ മനുഷ്യന് പാപവാസനയുണ്ടെങ്കിലും അവന്
ഗവേഷണൗത്സുക്യവും ഇച്ഛാശക്തിയുമുണ്ട്. ഇതുമൂലം ബുദ്ധിപരമായ ചില അസാമാന്യ കഴിവുകൾ തൻ്റെ പുതിയ സൃഷ്ടിക്കുണ്ടെന്ന് അള്ളാഹു മലക്കുകളെ ബോധിപ്പിക്കുകയായിരുന്നു. മനുഷ്യരുടെ പ്രത്യേക സവിശേഷത മനസ്സിലാക്കിയ മലക്കുകൾ അള്ളാഹുവിൻ്റെ അഗാധ ജ്ഞാനത്തിൽ അവനെ സ്തുതിക്കുകയും തങ്ങൾ മുമ്പ് നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ അവനോട് മാപ്പിരക്കുകയും ചെയ്തു. അതിനെ ഒരു പ്രായശ്ചിത്തമായാണ് ആദം അലൈഹിസ്സലാമിനെ അഭിമുഖീകരിച്ച് ഒരു സുജൂദ് ചെയ്യാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുന്നത്. അതെ, ആദം നബി അലൈഹിസ്സലാം ആദ്യ മനുഷ്യൻ, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ആദ്യ മനുഷ്യ സ്ത്രീ. ആദം അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹയെ തൊടാനായി ഒന്ന് കൈനീട്ടി. ഉടനെ വന്നു അല്ലാഹു അസ്സ വജലിൻ്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പന, അരുത്, ഹവ്വയെ തൊടാൻ മഹർ അഥവാ വിവാഹമൂല്യം നൽകണം. എന്താണ് വിവാഹമൂല്യം നൽകേണ്ടത്? മുഹമ്മദ് നബിയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലി അത് മഹറായി നൽകുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? താങ്കളുടെ സന്താന പരമ്പരയിൽ വരുന്ന ആൾ തന്നെയാണ്. എന്നാൽ അത്യുന്നതൻ, അന്ത്യപ്രവാചകൻ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ മഹാൻ. അങ്ങനെ ആദം അലൈഹിസ്സലാം 10 സ്വലാത്ത് ചൊല്ലി ഹവ്വാ റളിയല്ലാഹു അൻഹയ്ക്ക് മഹറായി നൽകി. മലക്കുകൾ സാക്ഷി നിന്നു. അതോടെ അവർ ഇണകളായി മാറി. അവർ ആദം അലൈഹിസ്സലാമിനെ അണിയിച്ചൊരുക്കി സിംഹാസനത്തിൽ ഇരുത്തി. ഹവ്വാ റളിയല്ലാഹു അൻഹയെ അമൂല്യമായ ആഭരണങ്ങൾ ധരിപ്പിച്ചു, പട്ടുവസ്ത്രങ്ങൾ ഉടുപ്പിച്ചു. ആദ്യ മനുഷ്യ ദമ്പതികൾ. അവരിൽ നിന്നാണ് ഇന്നു കാണുന്ന മുഴുവൻ മനുഷ്യരും ഉണ്ടായത്. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നു. സൂറത്തുൻ നിസാ 1-ാം വചനം, മനുഷ്യരെ, നിങ്ങളെ ഒരേ വ്യക്തിയിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും ആ 2 പേരിൽ നിന്ന് അനേകം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുവിൻ. ഏതൊരുവനെ മുൻനിർത്തി നിങ്ങൾ ചോദിക്കുന്നുവോ ആ അള്ളാഹുവിനെയും രക്തബന്ധത്തെയും സൂക്ഷിക്കുക. നിശ്ചയം അള്ളാഹു നിങ്ങളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നവനാകുന്നു. ഇവിടെ മനുഷ്യരെല്ലാം ഒരു കുടുംബമാണെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് അവൻ്റെ ഇണയെ സൃഷ്ടിച്ചു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഈ പറയപ്പെട്ട വ്യക്തി ആദം നബി അലൈഹിസ്സലാം ആണെന്നും ആ വ്യക്തിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഇണ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണെന്നും ഖുർആൻ വ്യാഖ്യാതാക്കളായ ഖതാദ, മുജാഹിദ്, സുദ്ദി റളിയല്ലാഹു അൻഹും എന്നിവർ റിപ്പോർട്ട് ചെയ്തതായി ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നു. അതുപോലെ ഇവിടെ നഫ്സ് അഥവാ വ്യക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആദം നബി അലൈഹിസ്സലാമാണെന്നതിൽ മുസ്ലിങ്ങൾ ഏകാഭിപ്രായക്കാരാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹുവും പ്രസ്താവിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്റെ ഇണ എന്ന് പറയുമ്പോൾ അത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വാരിയെല്ല് കൊണ്ടാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആദം അലൈഹിസ്സലാമിൻ്റെ ഇടത്തെ വാരിയെല്ല് കൊണ്ടാണ് ഹവ്വാ റളിയല്ലാഹു അൻഹ സൃഷ്ടിക്കപ്പെട്ടതെന്നും അപ്പോൾ അവിടുന്ന് ഗാഢനിദ്രയിൽ ലയിച്ചിരിക്കുകയായിരുന്നു എന്നും ബൈബിൾ പറയുന്നു. ഇതിനെ നിഷേധിക്കത്തക്ക തെളിവുകളൊന്നും ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ലാത്തതിനാലാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിം മറ്റും തങ്ങളുടെ തഫ്സീറുകളിൽ അപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹവ്വാ റളിയല്ലാഹു അൻഹയുടെ സൃഷ്ടിപ്പ് സ്വർഗത്തിൽ നിന്നായിരുന്നത് കൊണ്ടാണത്രേ ഇന്നും സ്ത്രീകൾ സുഖലോലുപരും ആഡംബരപ്രമദത്തരുമായി കാണപ്പെടുന്നത്. അന്ന് ആ മനുഷ്യ പിതാവിന് തൻ്റെ ഇണയെ ആദ്യമായി കണ്ടപ്പോഴുണ്ടായ പരിഭ്രമമാണ് ഇന്നും നവവധുവിനെ ആദ്യമായി മണിയറയിൽ കാണുമ്പോൾ എല്ലാ പുരുഷന്മാരുടെയും ഹൃദയം തുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.